സ്വസ്തിയുടെ സ്വർഗം ഇവിടെ. എന്തുകൊണ്ടാണ് ഈ ലോകം ഇത്രമാത്രം ദുരിതപൂർണമായിരിക്കുന്നത്? കഷ്ടപ്പാടും വേദനയും അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യർ. ഇതിനിടയിൽ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുന്നത്? ഒരാൾ മൗലയോട് ചോദിച്ചു. ഞാനൊരു കഥ പറയാം. മന്ദഹസിച്ചുകൊണ്ട് മൗല പറഞ്ഞു തുടങ്ങി. ഒരു വലിയ പൂന്തോട്ടം സന്ദർശിച്ച് തിരിച്ചു വരികയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ. ആദ്യം പുറത്തു വന്ന ആളോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ പൂന്തോട്ടത്തിലൂടെയുള്ള നടത്തം? എന്തൊരു തരം പൂന്തോട്ടമാണിത്? അയാൾ അസ്വസ്ഥതയോടെ പറഞ്ഞു, പൂച്ചെടികൾക്ക് അടുത്തുകൂടെ നടക്കുമ്പോൾ ചാണകത്തിൻ്റെയും വളത്തിൻ്റെയും ഗന്ധമാണ്. കൊഴിഞ്ഞ ഇലകളും വാടി വീണ പൂക്കളും കണ്ട് മടുത്തു. ഒരറ്റത്ത് ഒരു പനിനീർപ്പൂവുണ്ടെങ്കിലും അതിൻ്റെ കമ്പിൽ നിറയെ മുള്ളുകളാണ്. പക്ഷികളുടെ കലപില ശബ്ദം കേട്ട് സഹിക്കാനാവാതെ പുറത്തിറങ്ങിയതാണ് ഞാൻ. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ഞാൻ ഈ വഴി പിന്നിട്ട് ഇത്രത്തോളം എത്തിയത്. ഇവിടെ ജീവിക്കുന്നവരുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇത്രയും പറഞ്ഞു തീർന്ന ഉടനെ രണ്ടാമൻ പുറത്തു വന്നു. ഉല്ലാസത്തോടെ എന്നോട് പറഞ്ഞു, ഈ പൂന്തോട്ടത്തിലൂടെ നടന്നു നീങ്ങുകയെന്നത് തന്നെ എത്ര മനോഹരമായ അനുഭവമാണ്. നിറയെ പൂക്കൾ വിരിഞ്ഞു പൂത്തുല്ലസിക്കുന്നു. അതിൻ്റെ സുഗന്ധവും വർണ്ണങ്ങളും എന്നിൽ സ്വർഗീയമായ അനുഭൂതിയാണ് പകർന്നത്. പൂക്കളെ തഴുകി നമ്മെ തലോടുന്ന കാറ്റ് എത്ര രമണീയമാണെന്നറിയുമോ? പൂക്കളിൽ തേന്നുകരാനെത്തുന്ന ചിത്രശലഭങ്ങൾ എത്ര സ്നേഹാർദ്രമായാണ് നമ്മെ സ്പർശിക്കുന്നത്. പക്ഷികളുടെ കളകൂജനം എന്നെ ആനന്ദ നൃത്തം ചെയ്യിക്കുന്നു. ഇത്ര ആനന്ദം പകർന്ന മറ്റൊരനുഭവം എനിക്ക് ജീവിതത്തിലുണ്ടായിട്ടില്ല. തുടർന്ന് മൗല ചോദ്യകർത്താവിനോട് പറഞ്ഞു, ഒരേ ഉദ്യാനത്തിലൂടെ ഒരേ സമയം കടന്നു വന്ന രണ്ടു പേരുടെ അനുഭവങ്ങളാണിത്. സ്ഥലത്തിനൊരു മാറ്റവുമില്ല. രണ്ടുപേരുടെയും മനോഭാവത്തിൽ മാത്രമാണ് മാറ്റമുള്ളത്. മൗല ഇങ്ങനെ വിശദീകരിച്ച് അവസാനിപ്പിച്ചു. ഈ ലോകമെന്ന മഹാ ഉദ്യാനത്തെയും അനശ്വരനായ ഉദ്യാനപാലകൻ ഇതേ രീതിയിൽ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. വിരിയുന്ന പൂക്കൾ വാടുക തന്നെ ചെയ്യും. വിടർന്ന ഇലകൾ കൊഴിയും. ഇത്രമേൽ മനോഹരമായി വിരിയാൻ ദുർഗന്ധം വമിക്കുന്ന ചാണകവും മറ്റു വളങ്ങളുമെല്ലാം ആവശ്യമാണ്. ഇവിടെ എല്ലാം ഈ പ്രാപഞ്ചികതയുടെ താളാത്മക പ്രയാണത്തിനായുള്ള അനിവാര്യതകൾ മാത്രം. നമ്മുടെ കാഴ്ചയിലും നമ്മുടെ സമീപനത്തിലുമാണ് വിഷയമിരിക്കുന്നത്. ദൈവിക സ്പർശമുള്ള സമഗ്രവും താളാത്മകവുമായ കാഴ്ച ലഭിച്ചവർ ഭാഗ്യവാന്മാർ. അവർ സ്വസ്തിയുടെ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നു.